കണക്കുകളുടെ പട്ടികകളുടെയും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ആൾക്കാർ പടം നല്ലതാണോ മോശമാണോ. എടാ നീ ഇതിപ്പോ എത്ര നേരം ഷൂട്ട് ചെയ്യും? ഞാൻ ഇത്രയും കൂടി ഇല്ലേ പടത്തിലൊന്നും പോയി. വലിയ കോടികളുടെ കണക്കുകളും അല്ലെങ്കിൽ വലിയ വലിയ എന്താണ് നമ്മൾ പറയാ രാജ്യത്തിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സൊസൈറ്റിയുടെ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടന്ന കാര്യങ്ങള് വലിയ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. ചെറിയ ചെറിയ നമ്മളെ പോലുള്ള നമ്മുടെ കേരളത്തിലെ ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് സംഭവിക്കാവുന്ന സാധാരണക്കാരൻ്റെ വീട്ടിലെ സാധാരണക്കാരുടെ വീട്ടിൽ സംഭവിക്കാവുന്ന അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു ചെറിയൊരു കഥ. പക്ഷെ അതിൽ കൂടെ വലിയൊരു വിഷയം സംസാരിക്കുന്നുണ്ട്. അത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പടം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ സുൽഫിക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞാനൊരു വക്കീലാണ് എന്ന ഭാവേന വരുന്ന ഒരു ക്യാരക്ടറാണ്, പക്ഷെ വക്കീലല്ല. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഞാൻ കേസും വട്ടാണോ ഒക്കെ ആയിട്ട് കുറെ കോടതിയിൽ കയറി ഇറങ്ങിയത് കൊണ്ട് നമുക്കറിയാലോ, കുറെ കാലം നമ്മൾ കേസും വക്കാണോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഈ വാദികൾക്കും പ്രതികൾക്കും ചിലപ്പോ ഈ ഇത് പഠിച്ചു വന്ന വക്കീലന്മാരെക്കാൾ കൂടുതൽ നിയമം അറിയാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇവര് ഡെയിലി പോയി ഇരിക്കുകയാണ്. ഡെയിലി അല്ല, അവരെ കേസ് വിളിക്കുമ്പോൾ എത്ര വർഷം, ഏകദേശം 10 വർഷം എൻ്റെ കേസ് നടന്നു. അപ്പോ വക്കീലിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവിടുത്തെ പ്രതികളോട് ചോദിച്ചാൽ അറിയാം ലോ പോയിന്റ്സ്. കറക്റ്റായിട്ട് ലോ പോയിന്റ്സ് അറിയാമെന്നല്ല, പക്ഷെ സംഭവങ്ങളൊക്കെ പറയും. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൊടുക്കേണ്ടി വരും, അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം കറക്റ്റായിട്ട് പറയും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആക്ച്വലി. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ആകെ പറയാനും പറ്റാത്ത മേലായാലും. എന്തായാലും നിങ്ങൾ പടം കാണാം അഭിലാഷം. നമ്മുടെ ഷംസുവിന്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, മണിയറയിലെ അശോകൻ ഗ്രിഗറിയുടെ. അതിലെ ഷൈജു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഇതിലപ്പോ അവൻ ഷൈജു ചേട്ടനെ തന്നെ വിളിച്ചു കറക്റ്റായിട്ട് പടത്തില് ആ ക്യാരക്ടർ ചെയ്യാൻ, മെയിൻ ലീഡ് ചെയ്യാൻ ഷൈജു കുറിപ്പ് നമ്മൾ. അപ്പോ പിന്നെ തൻവിയാണ് എന്നെ വിളിക്കണേ പ്രൊജക്റ്റിലേക്ക്. പിന്നെ കാക്കു എന്ന് പറഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ചേക്കുക, മച്ചാന ആളിത്തിരി പൊളിയാ, ക്യാമറമാനാണ്. പിന്നെ പാട്ടുകളൊക്കെ അന്നത്തെ പോലെ തന്നെ ഇന്ന് ഹിറ്റാണ്. അപ്പൊ പടം കാണുക. ഇപ്പൊ 3rd വീക്കാണ് ഓടാൻ പോണത്. ഓക്കെ, ബൈ. എന്താണ് ചോദിച്ചത്? ഏറ്റവും വലിയ സിനിമയുടെ കൂടെ ഏറ്റവും ചെറിയ സിനിമ ഇറക്കുന്നത് എപ്പോഴും നല്ലത്. കാരണം നമ്മളെങ്ങനെയാ പണ്ടും അങ്ങനെ ഇറക്കിയിരുന്നു, അതിന്റെ ഓവർഫ്ലോയിലും ഈ പടത്തിന് ആള് കയറും. അങ്ങനെ നമ്മൾ പറയും, ഒരു വലിയ പടത്തിന്റെ കൂടെ വേറൊരു വലിയ പടം ഇറക്കിയിട്ട് കാര്യമില്ല. അതാ പറഞ്ഞത്, കോടികളുടെ കണക്കൊന്നും നമുക്ക് പറയാനില്ല, വലിയ കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കണ. പക്ഷെ നമ്മൾ ചെറിയ പടമായിട്ട് ചെല്ലുമ്പോ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നല്ല പറയാം, എല്ലാം ചെറുതെന്നല്ല വലുതാവുന്നു. ഓൾറെഡി വലുതായത് എന്താണ്, നമുക്ക് ചെറുതാവുന്നു വലുതാവുന്നു. അതിലാണ് പ്രകൃതിയുടെ തന്നെ കിടക്കുന്നത്, അതില്ല അല്ലെ? ചെറുതൊന്നും വലുതാവുക, വലുതാവുന്ന ചെറുതാവില്ലല്ലോ. അങ്ങനെ പറ്റും. ചില ജീവിതങ്ങൾ അങ്ങനെ ഉണ്ടല്ലേ, ചില അങ്ങനത്തെ ചില രോഗാവസ്ഥകളുണ്ട്, അത് രോഗാവസ്ഥയാണ്. പക്ഷെ ആക്ച്വലി ഭൂമി പോലും ചെറിയ ഒരു ഇതൊന്നാണ് ഉണ്ടായിട്ടുള്ള, ചെറിയൊരു സ്പേസ്, ചെറിയൊരു മോളിക്കൂൾ അല്ലേ? ആണാ? ഇനി മോളിക്കൂളൊക്കെ വരച്ച് കാണിക്കും നാളെ പത്രക്കാര്. പാൻ ഇന്ത്യൻ ലെവലിലും നാട്ടില് ഭയങ്കര കുപ്രസിദ്ധിയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ലാംഗ്വേജും ഇല്ല, തെലുങ്ക്, തമിഴ്, മലയാളം. അത് അത്ര ലാംഗ്വേജ് അല്ല മലയാളം. ഇന്ത്യയില് ഇനിയും ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അല്ല, അങ്ങോട്ട് ഹിന്ദി ഒന്നും പറഞ്ഞ് നമ്മൾ എന്തായാലും സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നില്ല. ഹിന്ദി ക്ലാസ് തന്നെ രക്ഷപ്പെട്ട് വന്ന് നമുക്കറിയാം. അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മള് പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ക്യാരക്ടർ ചെയ്തു, പിന്നെ ആ വലിയ ക്യാരക്ടറിനേക്കാളും വലിയ ക്യാരക്ടർ, അതിനേക്കാളും വലിയ ക്യാരക്ടർ, അതിനേക്കാളും വലിയ ക്യാരക്ടർ, അങ്ങനെയല്ല.
ഇടയ്ക്ക് നമ്മൾ ചെറിയ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ സിനിമ ചെയ്യണം. അപ്പോഴാണ് ലൈഫിൽ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഈ ലൈഫിന്റെ സിഗ്നൽ തന്നെ പോണത് കണ്ടിട്ടില്ല, ഇങ്ങനെ 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 ഇങ്ങനെ. അത് നേരെ പോയി കഴിഞ്ഞാൽ ടീം തീർന്നു എന്നർത്ഥം അല്ലേ? അപ്പോൾ നമ്മൾ വലിയ പടം ചെയ്യണം, വലിയ ക്യാരക്ടർ ചെയ്യണം, പിന്നെ ചെറിയ ക്യാരക്ടർ ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ താല്പര്യമുള്ളത് നമുക്ക് എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും അഭിനയിക്കാനുള്ളത് നിങ്ങളിങ്ങോട്ട് എഴുതി റെഡിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ അഭിനയിക്കും. അതിൽ ചെറുതുമില്ല വലുതുമില്ല, അതൊക്കെ എല്ലാം ഒരു ദിവസത്തെ പെർഫോമൻസാണ് അല്ലേ? രാത്രി പകൽ, രാത്രി പകൽ, രാത്രി പകൽ, രാത്രി പകൽ തന്നെയല്ലേ? ഒരു വ്യത്യാസമില്ലല്ലോ. ഒരു രാത്രി രാത്രി പകല്, ഒരു പകൽ പകൽ രാത്രി ഇല്ലല്ലോ. അപ്പോൾ ഈ രാത്രിയും പകലും കടന്നു പോവുക, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സാധനം ചെയ്തിട്ട്. അല്ലാതെ ബാക്കിയുള്ളവരെ കൊണ്ട് കുറ്റം പറയിപ്പിക്കാൻ നമ്മൾ ഒരു തരത്തിലും നോക്കുന്നില്ല. അവര് ചകഞ്ഞ് 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 വന്നിട്ട് കുറ്റം പറയുള്ള ഫാമുകൾ കണ്ടെത്തുന്നതാണ്. നഗ്നനായി കുളിക്കുന്നവനാണോ കുറ്റം? അത് നോക്കി ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കുന്നതാണോ കുറ്റം? ഏതാ കഴിഞ്ഞില്ല. ആ കേസുകാരൻ കോടതി കയറി ഇറങ്ങി നിയമം പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ. അത് കേസൊന്നും പറയാൻ പറ്റില്ല, അത് ആരോപണം. അപ്പോൾ അതെനിക്കറിയില്ല, നമ്മളതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഇത് കോടതിയും അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ. നിങ്ങൾ ചോദിക്കുമ്പോൾ അത് പറയാൻ വേണ്ടിട്ട് അതിപ്പോ പറഞ്ഞവരോട് പോയി ചോദിക്കുക നിങ്ങൾ ആദ്യം. ഞാനായിട്ട് നിങ്ങളോടത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അതാരാ പറഞ്ഞേ? ആ പറഞ്ഞവരടുത്ത് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പ്രണയം പ്രണയം എന്ന് കേൾക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് സംഭവിക്കുകയാണെങ്കിൽ നല്ലതാ. എന്റെ പ്രണയം വീണ്ടും ബ്രേക്കപ്പ് ആയല്ലോ, വീണ്ടും ജീവൻ തിരിച്ചു കിട്ടി. എന്ത് അങ്ങനെ എല്ലാവരും അതിന്റെ പിന്നാലെ നടക്കണ്ട, അത് പറഞ്ഞിട്ട് മനസ്സിലായ? കുറെ പേർക്ക് പ്രണയം ഉണ്ടാവണം, കുറച്ച് പേർക്ക് പ്രണയം ഉണ്ടാവാതിരിക്കണം. കുറച്ചു പേരൊക്കെ ഒറ്റാൻ തടിയായിട്ട് നിക്കണ്ടേ? എന്നാലല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ട അവൻ പെണ്ണിട്ടാ ജീവിക്കണം. എവിടെ ത്രൂ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആക്ടേഴ്സ് നമ്മുടെ മുന്നേ വന്ന ആൾക്കാർക്ക് എത്രയോ ബ്രേക്ക് ത്രൂ ഉണ്ട്, എന്നിട്ടും അവർ ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഇല്ല. ഡെയിലി നമ്മൾ എഴുന്നേക്കുമ്പോ പുതിയ ആളാ, അല്ലെങ്കിൽ പുതിയ ഒരാളെ പോലെ സെറ്റിൽ പോകണം. മനസ്സിലായ? പഴയതിനേക്കാൾ കൂടുതൽ ട്രൈ ചെയ്യണം. മനസ്സിലായ? അങ്ങനെ ബ്രേക്ക് ത്രൂവും ബ്രേക്ക് ഔട്ടും ബ്രേക്കപ്പ് ഒന്നും ഇല്ല. അത് ഈ ലവില് മാത്രം ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ വരുമ്പോ. കേസിൽ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അത്ര വലിയ റീച്ച് ഇല്ല അതിന്. അഭിലാഷത്തിൽ തന്നെയായിരുന്നു നമ്മൾ. നിങ്ങളാണ് അങ്ങോട്ട് കൊണ്ടുപോയി. അത് എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്. സിനിമകൾക്ക് തിയേറ്റർ കിട്ടുന്നില്ല, ഷോസ് വരുന്നില്ല എന്നുള്ളത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെല്ലാ കാലത്തും എല്ലാ സമയത്തും നല്ല സിനിമകൾക്കാണെങ്കിലും നമ്മുടെ സിനിമകൾക്കാണെങ്കിലും മറ്റുള്ളവരുടെ സിനിമകൾക്കാണെങ്കിലും ഇപ്പോ അതല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന അവർക്ക് നല്ല ഒരുപാട് തിയേറ്റേഴ്സ് നമുക്കില്ല എന്ന് പറയുന്ന ആ അവരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയായിരുന്നു പല സമയങ്ങളിലും. മനസ്സിലായ? അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനത്തെ ഓരോരോ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഇതിപ്പോ നമുക്ക് മാത്രമല്ല. അല്ല, ഈ പറയുന്ന ആളുകളൊക്കെ ഇങ്ങനെ വന്ന എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ നല്ല പടങ്ങൾ ചെയ്തിട്ട് ആളുകൾ വരാത്ത സമയം, തിയേറ്റർ കിട്ടാത്ത സമയം, അതിന് അപ്പോൾ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വലിയ പടം, ഇതൊക്കെ തരണം ചെയ്ത് ഇതിങ്ങനെ നിലനിൽക്കും. പോവില്ല. ഇത് സിനിമ ഇതിപ്പോ ഇന്ന് മാത്രത്തേക്കല്ലല്ലോ. നമ്മളിപ്പോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പടം ഇപ്പൊ റിലീസായ പടങ്ങളാണോ?
ഏത് കാലത്ത് ഹിറ്റടിച്ച പടങ്ങളാ. ചിലപ്പോ അതൊന്നും തിയേറ്ററിലെ വലിയ ഓട്ടോ അല്ലെങ്കിൽ വലിയ ഒമ്പം കളക്ഷനോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ചിത്രമായിട്ട് ഒന്നൊന്നായിരിക്കില്ല. പക്ഷെ നല്ല ചിത്രം എന്നുള്ള ഒരു പേര് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മെനക്കെട്ട പണി. ഓൾറെഡി ഭയങ്കര വലിയ ഹിറ്റ് അടിച്ചൊരു പടം റിലീസായിട്ട് ആളുകൾ കാണുന്നത് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. പടം ഇറങ്ങിയിട്ട് ഒരു തരത്തിലും പ്രതീക്ഷയില്ലാതെ ഒരു പടം വന്ന് ആളുകളെ കൊണ്ട് നല്ല പടം കൊള്ളാം എന്ന് പറയിപ്പിക്കുന്നതിലെ കാര്യം. അതുകൊണ്ട് മോശമായി ഇരിക്കുന്ന ഞങ്ങള് നല്ലവരാകുമ്പോൾ നല്ലതായി അതിന് വേണ്ടിയിട്ടായിരിക്കട്ടെ ചിലപ്പോ നമ്മളൊക്കെ മോശക്കാരായിട്ട് ഇങ്ങനെ നിൽക്കണം. അത് അങ്ങനെ അതിന് ചെറിയ പടം എന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് അത് അന്നത്തെ വലിയ പടമായിരുന്നു. പക്ഷെ ചെറിയ പടം വലിയ പടം എന്നല്ല, നല്ല പടം നല്ലൊരു സിനിമ എന്ന് പറയുന്നത് ഇതിലാണ് കാര്യം. അതിനിപ്പോ ഈ കണക്കുകളുടെ പട്ടികകളുടെയും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ആൾക്കാർ പടം നല്ലതാണോ മോശമാണോ. എടാ നീ ഇതിപ്പോ എത്ര നേരം ഷൂട്ട് ചെയ്യും, ഞാൻ ഇത്രയും കൂടി ഇല്ലേ പടത്തിലൊന്നും പോയി